ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ പൂരിയും അതുപോലെ നല്ല റെഡ് കളറായിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേവിയും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ആരും വേണ്ടെന്ന് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലിപ്പോൾ വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചേർക്കാനില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരുപാടും ഹാർഡാവണ്ട, ഒരുപാടും സോഫ്റ്റ് ആവണ്ട. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ വീട്ടിലൊക്കെ കുഴക്കുന്ന രീതിക്ക് അങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള ആ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 കപ്പ് കടല വന്നിട്ട് ഞാൻ നേരത്തെ, അതായത് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. അത് നമ്മൾ ഇപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്നുകൂടി നല്ല കളർ കിട്ടും കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്ത കാരണം ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് എടുത്തു. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെയാണ്. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ അടിച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രീൻ പീസിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിട്ടതിന് ശേഷം നല്ല ഒരു തിക്കാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ നമ്മളിത് ചൂടാക്കുന്നത്. അപ്പോൾ അടിയിൽ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ചൂടാറുന്ന സമയത്ത് തനിച്ച് മാറി വരും. അപ്പോൾ നല്ല ചൂടാക്കി എടുക്കാം. നമുക്കിപ്പോൾ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്തത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല തിക്കായിട്ടുണ്ട് കണ്ടില്ലേ. ഇതുപോലെ തിക്കായതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിൽ 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചത്. നമ്മുടെ ഇഷ്ടാനുസരണം പോലെ നമുക്ക് സൈസ് എത്ര വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. അത് നമ്മളിപ്പോൾ എണ്ണയിലിട്ട് നല്ല ചൂടാക്കി എടുക്കണം. അപ്പോൾ ഉടയാത്ത രീതിക്ക് നല്ല മുകളിൽ ചെറിയൊരു ക്രിസ്പിനെസ് ആവുന്ന രീതിക്ക് നമ്മൾ ഇതുപോലെ ചൂടാക്കിയിട്ട് അതേ പാത്രത്തിലാണ് ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു 5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. വീണ്ടും നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് തക്കാളി, 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി, നല്ല റെഡ് കളറായിട്ട് എടുക്കുന്നത് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതും കൂടിയിട്ട് നല്ല ചൂടാക്കിയിട്ട് നമ്മുടെ തക്കാളി വെള്ളമൊക്കെ നല്ല വറ്റി നല്ല കുറുകി വരട്ടെ കേട്ടോ. കുറുകി വരുന്ന രീതിക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ തക്കാളി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ മുമ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓൾറെഡി വേവിച്ചതിൽ കുറച്ച് ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇതുപോലെ നല്ല സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഗ്രേവി വെക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ല മുടച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഉരുളക്കിഴങ്ങ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ മുളക് പൊടിയാണ്, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ല മിക്സായി വരട്ടെ. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ല തിളച്ച് വരട്ടെ. നല്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡിയാണ് കേട്ടോ. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെ, നമുക്ക് തിക്നെസ് നമ്മുടെ ഇഷ്ടാനുസരണം പോലെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഭൂരിക്ക് നല്ല എല്ലാറ്റിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു കറി എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ സാധാ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ശരി, ഇല്ലെങ്കിൽ ബിരിയാണിക്കാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ ഗീ റൈസ് ആണെങ്കിലും ശരി, ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും നോൺ വെജിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു, അതായത് നമ്മൾ ഭൂരിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിൽ ഏത് സൈസിലേക്ക് അതുപോലെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതുപോലെ മാവെടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ട് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം.
അങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിന് പോലെ നമുക്കത് ഒരുപാട് നെയ്സാക്കാൻ പറ്റില്ല കേട്ടോ. നെയ്സാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തതിൽ എന്താ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഗ്രീൻ പീസ് ഒന്ന് അടിഞ്ഞിട്ടില്ല കേട്ടോ. അതപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ചെറുതായിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പരത്തുന്ന സമയത്താണ് കണ്ടത് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഓട്ടകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എൻ്റെ മിക്സിയിൽ ഞാൻ വലിയ ജാറിലേക്ക് ഇട്ട കാരണം ഫൈനായിട്ട് അടിച്ചിട്ടില്ല, ചെറുതായിട്ടാണ് ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അടിച്ചെടുത്തു. ചെറുതായിട്ട് കണ്ടില്ല ചെറിയൊരു ഓട്ടകൾ വന്നിരിക്കുന്നത്, പക്ഷെ ഭൂരി നല്ല പൊങ്ങി വരുന്നുണ്ട്. എന്നാൽ ആ ഈ ഗ്രീൻ പീസിൻ്റെ ചെറിയ പീസുള്ള കാരണമാണ് ചെറുതായിട്ട് ഓട്ടം വന്നിട്ടുണ്ടായത്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഭൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാക്സിമം നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും ഉള്ള ദിവസം നമ്മൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ നമ്മുടെ ഈ ഒരു 2 കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമ്മളുണ്ടാക്കിയ ഈ ഒരു ഭൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും ചാൻസേ ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിലും 2 കഴിക്കുന്ന കുട്ടികൾ 4 വേണമെങ്കിലും കഴിക്കും കേട്ടോ. അത്രയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. ശരിക്കും ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. രണ്ടും അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അങ്ങനെ കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. കഴിക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങും ഈ ഒരു ഭൂരി എന്ന് പറയുന്ന സമയത്ത് തന്നെ കാണുമ്പോൾ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം നോക്കണം കേട്ടോ. ട്രൈ ചെയ്താൽ ഇത്രയും ദിവസം അറിഞ്ഞില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതിന് ഞാൻ എൻ്റെ ഗ്യാരണ്ടി പറയാം. അത്രയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത്. കണ്ടല്ലോ, ഉള്ളിലൊക്കെ നല്ല എല്ലാ ഭൂരിയും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഗ്രേവി. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കമൻറ്റെങ്കിലും, അതായത് ചെറിയൊരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.